നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം. നമ്മൾ മുമ്പ് ചിന്തിച്ചത് ഹോശേയ പ്രവചനത്തിൽ നിന്നാണ്. ജീവിതത്തിൻ്റെ വിലയെക്കുറിച്ചും ഒക്കെ നമ്മൾ ചിന്തിച്ചപ്പോൾ ഹോശേയ പ്രവചനത്തിൽ നിന്ന് ദൈവത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞ 3 പദപ്രയോഗങ്ങളെ ആസ്പദമാക്കിയാണ് നമ്മൾ ധ്യാനിപ്പാനായിട്ട് ആരംഭിച്ചത്. ഇന്ന് അതിൻ്റെ 2ാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. നമ്മളൊന്നുകൂടെ ആ വാക്യങ്ങൾ വായിച്ചിട്ട് ശുശ്രൂഷയിലേക്ക് നമുക്ക് തിരിയാം. ഇസ്രായേലിനുള്ള ബന്ധത്തിൽ ദൈവം പറഞ്ഞത് നമ്മളുടെ ബന്ധത്തിലും അനുവൃത്തമായിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കുകയുണ്ടായി. അവർക്ക് മുന്നെഴുതിയിരിക്കുന്നതൊക്കെ നമുക്ക് ബുദ്ധിയുപദേശത്തിനാണ്. തിരുവചനത്തിൽ വളരെ വ്യക്തമായി നമ്മോടുള്ള ബന്ധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് വായിക്കുന്നു. ഹോശേയ പ്രവചനം 8-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം നമ്മളത് ധ്യാനിച്ചു. അവർ കാറ്റ് വിതച്ച് ചുഴലിക്കാറ്റ് കൊയ്യും. They will sow the wind and reap the whirlwind. 2 പ്രമാണങ്ങൾ നമ്മൾ അവിടെ പഠിച്ചു. ഒന്ന് ലോ ഓഫ് ഹാർവെസ്റ്റും 2 ലോ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. എന്ത് വിതയ്ക്കുന്നു അത് തന്നെ കൊയ്യും. ഗോതമ്പ് വിതച്ചാൽ ഗോതമ്പ്, അരി വിതച്ചാൽ അരി കൊയ്യും. നമ്മൾ ഓർക്കുകയുണ്ടായി, ജഡത്തിൽ വിതച്ചാൽ ജഡത്തിൽ നിന്ന് കൊയ്യും, നാശം കൊയ്യും. നമ്മളവിടെ 2ാമത് ചിന്തിച്ചത് ലോ ഓഫ് മൾട്ടിപ്ലിക്കേഷനാണ്. വിതയ്ക്കുവാൻ ഒരു പിടി വിത്ത് മതി, പക്ഷെങ്കിൽ കൊയ്യുന്നത് വളരെ ഇരട്ടിയായിരിക്കും. അത് ഭൗമിക ലോകത്തിൽ സത്യമായിരിക്കുന്ന പോലെ തന്നെ ആത്മീയ ഗോളത്തിലും സത്യമാണെന്ന് ദൈവം ഈ ഹോശേയ പ്രവാചകനിലൂടെ ഇസ്രായേലിനോട് പറയുകയാണ്. വിശുദ്ധന്മാരായ നമ്മോടും അത് തന്നെ ദൈവം സംസാരിക്കുന്നു. അവരോട് സത്യമായിരിക്കുന്ന പോലെ തന്നെ നമ്മോടും ഈ വിഷയത്തിൽ സത്യമാണ്. ലോകത്തിൽ കാണുന്ന പല സംഭവങ്ങളുടെയും പുറകിൽ നമുക്കൊന്നും കാണാൻ സാധ്യമല്ല, പക്ഷെങ്കിൽ ഒരു സിംഹാസനം ഉയരത്തിലുണ്ട്. ആ സിംഹാസനം സകലത്തെയും ഭരിക്കുമ്പോൾ നീതിയോടും ന്യായത്തോടും കൂടെ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ മാത്രമേ നമ്മുടെ പല ചോദ്യങ്ങൾക്കും മറുപടി കിട്ടുള്ളൂ. എന്നാൽ നമ്മെ സംബന്ധിച്ച് വളരെ വ്യക്തമായി ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നു. വളരെ ഭയത്തോടുകൂടെ നാം ജീവിക്കേണ്ടത് ആവശ്യമാണെന്ന് ആ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതാണ് ചിന്തിച്ചത്. ആ ഭാഗം ഞാൻ വിടുകയാണ്. 2ാമത്തെ ഭാഗം ഹോശേയ പ്രവചനം 12-ാം അധ്യായം. ആ ഭാഗം കൂടെ നമുക്കിന്ന് തീർക്കുവാനായിട്ട് ശ്രമിക്കാം. ഹോശേയ പ്രവചനം 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം 2 കാര്യങ്ങൾ അവിടെ പറയുന്നു. എഫ്രായിം കാറ്റിനെ ഇഷ്ടപ്പെട്ടു, കിഴക്കൻ കാറ്റിനെ പിന്തുടരും. ഇംഗ്ലീഷിൽ വായിച്ചാൽ അത് വ്യത്യസ്തമാണ്. എഫ്രായിം ഫീഡ്സ് ഓൺ ദ വിൻഡ്. എഫ്രായിം കാറ്റിനെ ഭക്ഷിക്കുന്നു. 2 ആൻഡ് പെർസ്യൂ ദ ഈസ്റ്റ് വിങ്. അവർ കിഴക്കൻ കാറ്റിനെ പിന്തുടരുകയാണ്. 3 കാര്യങ്ങളാണ് നമ്മൾ ഓർത്തത്. 8-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ അവർ കാറ്റ് വിതയ്ക്കുന്നു, കൊടുങ്കാറ്റ് കൊയ്യുന്നു. 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ എഫ്രായിം കാറ്റിനെയാണ് ഭക്ഷിക്കുന്നത്. എന്താണ് ദൈവം ഇവിടെ പറയുന്നത്? നമുക്ക് ആ ഭാഗം എടുക്കാം. എഫ്രായിം കാറ്റിനെയാണ് ഭക്ഷിക്കുന്നത്. മലയാളത്തിൽ ഭാഷാന്തരം ചെയ്തപ്പോൾ എഫ്രായിം കാറ്റിനെ ഇഷ്ടപ്പെടുന്നു. ഒരു പക്ഷേ ആശയം തന്നെ ഭാഷാന്തരത്തിൽ അത് വന്നേക്കാം. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആശയം ദ ഫീഡ്സ് ഓൺ ദ വിൻഡ്, കാറ്റിനെ അവർ ഭക്ഷിക്കുന്നു. എന്താണ് ദൈവം ഇവിടെ പറയുന്നത്? നമ്മളത് ആലോചിച്ച് നോക്കുക. നമുക്ക് ആരോഗ്യം വേണമെങ്കിൽ ഭക്ഷണം കഴിച്ചേ വെക്കുള്ളൂ. നല്ല പോഷണമുള്ള ഭക്ഷണം കഴിക്കണം. നല്ല ഭക്ഷണം കഴിക്കാതിരുന്നാൽ നമ്മുടെ ശരീരം ക്ഷീണിച്ചു പോകും. അതുപോലെ തന്നെ ആത്മിക മണ്ഡലത്തോളം ബന്ധത്തിൽ ദൈവം ഓർപ്പിക്കുകയാണ്, ഈ തെരഞ്ഞെടുക്കപ്പെട്ട ജനം ഒരു പ്രത്യേക ജനമാണ്. അവരെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ജനമുണ്ടോ? അവരുടെ പ്രത്യേകത തിരുവചനത്തിൽ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ, ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 5 തൊട്ട് 6 വരെയുള്ള വാക്യം വായിച്ചാൽ അവരുടെ പ്രത്യേകത അവർക്ക് കൊടുത്തിരിക്കുന്ന ദൈവത്തിൻ്റെ പ്രമാണങ്ങളാണ്. റോമലേഖനത്തിൽ തന്നെ 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളിൽ പൗലോസ് ചോദിക്കുന്നുണ്ട്, ഇസ്രായേലിന് എന്ത് പ്രത്യേകത, അല്ല പരിശോധനയാൽ എന്താണ് സവിശേഷത എന്ന് ചോദിക്കുമ്പോൾ വളരെയുണ്ട്. 1-ാമത് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവരുടെ പക്കല് ഏൽപ്പിക്കപ്പെട്ടു. ആവർത്തനത്തിൽ ദൈവം ചോദിക്കുന്നുണ്ട്, ഇതുപോലൊരു ജാതി, ഇതുപോലൊരു അനുഗ്രഹിക്കപ്പെട്ട ജനമുണ്ടോ? അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അവരുടെ പക്കല് ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ഈ പഴയ നിയമ ഏടുകൾ തന്നെ വായിക്കുമ്പോൾ വീണ്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വാക്യം നമുക്കൊന്ന് വായിക്കാം. ഇവിടെയും നമ്മൾ അതുള്ള ബന്ധത്തിൽ ഒരു സത്യം മനസ്സിലാക്കുന്നു. എന്നിട്ട് പുതിയ നിയമത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നമുക്ക് നമ്മൾ ഓർത്തത് അതിൻ്റെ ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യം നോക്കുക. ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിങ്ങൾ അനുസരിച്ച് നടപ്പാനായി എൻ്റെ ദൈവമായ യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ നിങ്ങളോട് ചട്ടങ്ങളും വിധികളും ഉപദേശിച്ചിരിക്കുന്നു. ഇവയെ പ്രമാണിച്ച് നടപ്പീൻ. അത് തന്നെയല്ലോ ജാതികളുടെ ശിക്ഷയിൽ നിങ്ങളുടെ ജ്ഞാനവും വിവേകവുമായിരിക്കുന്നത്. അവർ ഈ കൽപ്പനകളൊക്കെയും കേട്ടിട്ട് ഈ ശ്രേഷ്ഠ ജാതി ജ്ഞാനവും വിവേകമുള്ള ജനം തന്നെ എന്ന് പറയും.
ആ ജനത്തിൻ്റെ പ്രത്യേകതയാണ്. ഇനി 8-ാം അധ്യായം നോക്കിയാട്ടെ. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 8-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ദൈവം പറയുന്നു, അവൻ നിന്നെ താഴ്ത്തുകയും നിന്നെ വിശപ്പിക്കുകയും മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല യഹോവയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്ന നിന്നെ ഗ്രഹിപ്പിക്കേണ്ടതിന് നീ നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത മന്ന കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്തു. ഇവിടെ ദൈവം പറയുന്നുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനങ്ങൾ കൊണ്ടാണ്. ദൈവം അവർക്ക് നൽകി. ഈ കർത്താവായ യേശുക്രിസ്തു ഇത് എടുത്ത് കോട്ട് ചെയ്യുന്നത് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. മാത്യു ചാപ്റ്റർ 4:4. ഇത് പ്രാധാന്യതയുള്ളത് കൊണ്ട് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 4-ന്റെ 4-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. കർത്താവ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടെ വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്ന എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സൗരസന്മാരെ, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചെന്ന് മാത്രമല്ലേ, അവൻ്റെ ഉള്ളിൽ ദൈവം ഒരു ആത്മാവിനെ സൃഷ്ടിച്ചപ്പോൾ ഈ ആത്മാവിനെ തൃപ്തിപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ വചനമല്ലാതെ മറ്റൊന്നുമില്ലേ? മനുഷ്യന് ആ സംതൃപ്തി കണ്ടെത്താത്തപ്പോഴാണ് ലോകത്തിൽ ഒരുപാട് കാര്യങ്ങളിലേക്ക് ഓടിപ്പോകുന്നത്. ഒരുപാട് കാര്യങ്ങളിലേക്ക്. ശൂന്യമി പറയുന്നത് ഉത്തമഗീതത്തിൽ നമ്മൾ വായിക്കുകയുണ്ടായി, നിന്റെ പ്രേമം വീഞ്ഞിലും രസകരമാണ്. ഈ ലോകം തരുന്ന ഏത് രസത്തെക്കാട്ടിലും അത് പ്രമോദമായിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. മനുഷ്യന് സംതൃപ്തി അടയുന്നത്, അവൻ സമാധാനവും തൃപ്തിയുള്ളവനായി മാറുന്നത് ഈ ദൈവത്തെ കണ്ടെത്തി അവൻ്റെ വചനങ്ങളിൽ അവൻ പ്രമോദിക്കുമ്പോഴും ഈ ദൈവത്തിൽ അവൻ സന്തോഷിക്കുമ്പോഴുമാണ്. മറ്റ് എല്ലാം വാസ്തവത്തിൽ ഒരു മനുഷ്യനെ ഒന്നുകൊണ്ടും തൃപ്തിപ്പെടുത്തുന്നതല്ലേ. കർത്താവ് പറഞ്ഞു, മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്ന ആ വിധത്തിലാണ്. അവൻ്റെ പ്രകൃതി എങ്ങനെയാണ്, ആ പ്രകൃതിയിൽ കർത്താവ് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടും അവൻ ജീവിക്കുന്നു എന്നുള്ളത് ദൈവം നമ്മളെ കർത്താവ് ഓർപ്പിച്ചു. പഴയ നിയമത്തിലും അത് ഓർപ്പിച്ചു. നമ്മളങ്ങനെ സൃഷ്ടിക്കപ്പെട്ടതാണ്. എന്നാൽ ഇവിടെ നോക്കുക, ഇസ്രായേലിനെ സംബന്ധിച്ചൊരു പ്രശ്നമുണ്ടായി. അവർ ഈ ദൈവവചനത്തെ അവഗണിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ അവഗണിച്ചുകൊണ്ട് അവർ ലോകത്തിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഇറങ്ങിപ്പോയപ്പോൾ, അവർ തങ്ങളെ തന്നെ തൃപ്തരാക്കി തീർക്കുവാൻ ശ്രമിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ദേ ആർ ഫീഡിങ് ഓൺ ദ വിൻഡ്. അവർ കാറ്റിനെയാണ് ഭക്ഷിക്കുന്നതെന്ന് ദൈവം പറഞ്ഞു. നമ്മൾ ഇതിൻ്റെ ആശയം ഒന്ന് ചിന്തിക്കാം. എന്തിനാണ് ദൈവം അവരോടിത് പറഞ്ഞത്? ഈ 12-ാം അധ്യായത്തിൻ്റെ തുടർന്നുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്കത് പിടികിട്ടും എന്തിനാണ് ദൈവം അത് പറഞ്ഞത്. ഇതിൻ്റെ പുറകിലൊരു പശ്ചാത്തലമുണ്ട്. ഇതിൻ്റെ പുറകിലൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. ആ ചരിത്ര പശ്ചാത്തലം നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇസ്രായേലിൻ്റെ ചരിത്രം ദാനിയേലിന്റെ പുസ്തകമൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ ഓർക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം ഞാനത് പരിശോധിക്കുകയായിരുന്നു. 11-ാം അധ്യായം നോക്കുക. ഇസ്രായേലിൻ്റെ വടക്ക് കിടക്കുന്നു സിറിയ, അശൂർ, സിറിയ. ഇസ്രായേലിൻ്റെ തെക്ക് കിടക്കുന്നു ഈജിപ്റ്റ്, മിസ്രൈം. നോക്കുക, ഇവർ തമ്മിൽ ഏതാണ്ട് 200 വർഷത്തെ യുദ്ധം ഉണ്ടായിരുന്നു. ഇസ്രായേലിൻ്റെ വടക്ക് സിറിയയും ഇസ്രായേലിൻ്റെ തെക്ക് കിടക്കുന്നു ഈജിപ്റ്റും. നോക്കുക, ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ എവിടെ യുദ്ധം നടക്കുന്നത്? ഇസ്രായേലിൻ്റെ മണ്ണിലാണ് യുദ്ധം നടക്കുന്നത്. നമുക്കപ്പോൾ ആലോചിക്കാം അവർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഈ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ. എന്നാൽ ഇസ്രായേൽ എന്താ ചെയ്തതെന്നറിയാമോ? ഇസ്രായേല് ബുദ്ധി പ്രയോഗിച്ചു. ഈ 12-ാം അധ്യായത്തിൻ്റെ താഴോട്ട് വായിച്ചാൽ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്രായേൽ വളരെ ബുദ്ധി പ്രയോഗിച്ചു. അവരുടെ സ്വന്തം ബുദ്ധി കൊണ്ട് അവർ നിൽക്കാനായിട്ട് ശ്രമിച്ചു. നോക്കുക, ഇവരൊരു പ്രത്യേക ജനമാണ്. ഈ പ്രത്യേക ജനം മാനുഷികമായ ബുദ്ധി കൊണ്ട് ഈ രണ്ട് രാഷ്ട്രങ്ങളെയും തൃപ്തിപ്പെടുത്തുവാനായിട്ട് ശ്രമിച്ചു. വടക്കുള്ള ഈ സിറിയയോട് അവരൊരു ഉടമ്പടി ഉണ്ടാക്കി, ഒരു സൈനിക ഉടമ്പടി ഉണ്ടാക്കി, അവരോടൊരു ട്രീറ്റി ഉണ്ടാക്കി. എന്നാൽ തെക്കുള്ള ഒരു പിണക്കത്തിലെ തെക്കുള്ള രാഷ്ട്രത്തോട്, ഈജിപ്തിനോട് അവർ എന്ത് ചെയ്തെന്നറിയാമോ? എണ്ണ കച്ചവടം ചെയ്യാൻ തുടങ്ങി. അവർക്ക് എണ്ണയും മറ്റും കൊടുക്കാൻ തുടങ്ങി. വചനത്തിലെ മറ്റു വേദഭാഗങ്ങളൊക്കെ അത് കാണുന്നുണ്ട്. 1-2 വാക്യം വേണേൽ വായിക്കാം. യശയ്യാപ്രവചനം 30-ാം അധ്യായം നോക്കിയാട്ടെ. പെട്ടെന്ന് 1-2 ഭാഗങ്ങൾ ചൂണ്ടിക്കാണിക്കാം. ഇതിൻ്റെ പശ്ചാത്തലം മനസ്സിലാകുമ്പോൾ മാത്രമാണ് നമുക്കതിൻ്റെ ഗൗരവം അതിൻ്റെ യശയ്യാപ്രവചനം 30-ാം അധ്യായത്തിൻ്റെ 6 തൊട്ടുള്ള വാക്യം നോക്കുക. തെക്കേ ദേശം വടക്കാണ് ഈ സിറിയ കിടക്കുന്നത്, തെക്കാണ് ഈജിപ്റ്റ് കിടക്കുന്നത്. അവിടോട്ട് വായിക്കുമ്പോൾ 7-ാം വാക്യം, മിസ്രയീമ്യരുടെ സഹായം വ്യർത്ഥവും നിഷ്ഫലമത്രേ, അതുകൊണ്ട് ഞാൻ അതിന് അങ്ങനെ ഇരിക്കുന്ന സാഹസക്കാരനെന്ന് വിളിക്കുന്നു. ഇസ്രായേലിൻ്റെ സഹായം വ്യർത്ഥമാണെന്ന് ദൈവം പറയുന്നു. മറ്റൊരു വാക്യം നോക്കിയാട്ടെ. അതിൻ്റെ 57-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, 57-ന്റെ 9-ാമത്തെ വാക്യം അവിടെ വായിക്കുന്നുണ്ട്, നീ തൈലം കൊണ്ടും മേലേക്കിൻ്റെ അടുക്കൽ ചെന്നു, നിന്റെ പരിമളവർഗം ധാരാളം ചെലവ് ചെയ്തു, നിന്റെ ദൂതന്മാരെ ദൂരത്തയച്ചു, പാതാളത്തോട് ഇറങ്ങിച്ചെന്നു. നോക്കുക, പരിമള തൈലങ്ങൾ, എണ്ണയുടെ കച്ചവടം ചെയ്യാൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ
ഒരു വ്യാപാര ഉടമ്പടി തെക്കേ ദേശത്തോടും ഒരു സൈനിക ഉടമ്പടി അല്ലെങ്കിൽ വേറൊരു വിധത്തിലുള്ള ഉടമ്പടി വടക്കേ ദേശത്തോടും അവർ ചെയ്തു. എന്ന് പറഞ്ഞാൽ രണ്ടുപേരെയും അവർ തൃപ്തിപ്പെടുത്താനായിട്ട് തുടങ്ങിയായിരുന്നു. കർത്താവ് പറഞ്ഞത് അതല്ലേ. ഇസ്രായേലിനോട് സംബന്ധിച്ച് ദൈവം അറിയാം. ഞാൻ മുമ്പെടുത്തിട്ടുണ്ട്, യഹോവയുടെ ഉത്സവങ്ങൾ പഠിക്കുമ്പോൾ കാണാം. നോക്കുക, അവരുടെ പുരുഷന്മാർ 20 വയസ്സിന് മുകളിലോട്ടുള്ള സകല പുരുഷന്മാരും ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് ജെറുസലേമിൽ വർഷത്തിൽ 3 പ്രാവശ്യം വരുമ്പോൾ ശത്രുക്കൾ ചുറ്റും കിടക്കുകയാണ്. പക്ഷെ ദൈവരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുമ്പോൾ നിങ്ങളുടെ ദേശം മറ്റൊരുത്തനും മോഹിക്കില്ലേ. ചുറ്റുപാടുള്ള രാഷ്ട്രങ്ങളെ ദൈവമാണ് നിയന്ത്രിക്കുന്നത്. ഇവിടെ ദൈവം അവരോട് പറഞ്ഞു കൊടുത്ത 1-2 വാക്കുകൾ ശ്രദ്ധിക്കുക. ഇവർ ഈ ഡബിൾ ഡീഡിങ്, ഈ ഇരു മനസ്സുള്ള മനുഷ്യരായി ദൈവത്തിൽ ആശ്രയിക്കാതെ വന്നപ്പോൾ സംഭവിച്ച എന്താണെന്നറിയാമോ? നോക്ക, ഇവിടെ എടുത്തു പറയുമ്പോൾ ഒരു വാക്കുകൂടെ വിട്ടുപോയി. എഫ്രായിം കാറ്റിനെ ഇഷ്ടപ്പെടുന്നു. എഫ്രായിം എന്ന് പറയാൻ കാരണം എന്താ? ശലോമോന്റെ കാലശേഷം 12 ഗോത്രങ്ങൾ 2ആയിട്ട് ഭാഗിക്കപ്പെട്ടു. ജെരബാവിന്റെ രഹോബാവിന്റെയും ഭരണകൂടത്തിന്റെ കീഴിൽ വന്നു. വടക്കുള്ള 10 ഗോത്രങ്ങൾ ഒന്നിച്ച് ഒരു രാജാവിന്റെ കീഴിലും തെക്കുള്ള ജൂദയും ബെഞ്ചമിനും മറ്റൊരു ഭാഗവുമായിട്ട് മാറി. നോക്കുക, വടക്കുള്ള 10 ഗോത്രങ്ങളുടെ പേരാണ് എഫ്രായിം എന്ന് വിളിക്കുന്നു. തെക്കുള്ള 2 ഗോത്രങ്ങളെ ജൂദയെന്നും വിളിച്ചു. അപ്പൊ എബ്രാഹിം എന്നും ജൂഡയെന്നും പറഞ്ഞാൽ അതിന് വ്യത്യാസം മനസ്സിലാക്കുക. വടക്കുള്ള 10 ആ ഗോത്രങ്ങളാണ് ഈ വിധത്തിൽ ചെയ്തപ്പോൾ ദൈവം പറഞ്ഞത് എബ്രാഹിം കാറ്റിനെയാണ് ഇഷ്ടപ്പെടുന്നത്. ദേ pursue the wind എന്നുള്ളത് എടുത്ത് പറഞ്ഞു. കാറ്റിനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് എന്താണെന്ന് ശ്രദ്ധിക്കാം. കാറ്റിനെ ഇഷ്ടപ്പെടുന്നു. ഈ 2 കാര്യങ്ങൾ നമ്മൾ ഓർത്തു. ഞാനത് രണ്ടും വിശദീകരിക്കാൻ പോവുകയാണ്. 1, അവർ കാറ്റിനെ ഇഷ്ടപ്പെടുന്നു. 2, കിഴക്കൻ കാറ്റിനെ അവർ പിന്തുടരുന്നു. കാറ്റിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഓർത്തു, അവരൊരു പ്രത്യേക ജനമാണ്. അവർക്ക് ആത്മീയ ഭോജനം ദൈവത്തിൻ്റെ വചനമാണ്, ദൈവമാണ്. കഥാ പറഞ്ഞ പോലെ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ഭക്ഷിക്കുന്നത്. ഞാൻ മുമ്പ് ഇവിടെ എടുത്തിട്ടില്ല, സമാഗമന കൂടാരത്തിൻ്റെ പഠനം എടുത്തിട്ടില്ല. മഞ്ഞയുള്ള ബന്ധത്തിൽ ക്ലാസ് എടുത്തോ എനിക്ക് ഡൗട്ടുണ്ട്. എന്നാൽ അവിടെ മഞ്ഞയുള്ള ബന്ധത്തിൽ പറഞ്ഞു കാണണം. ഞാൻ പലപ്പോഴും ഓർക്കുന്ന കാര്യമാണ്. അവിടെ മഞ്ഞയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് നോക്കാം, 1-2 വാക്യം നോക്കാം. പുറപ്പാട് ദിവസവും 16-ാം അധ്യായം നോക്കിയാട്ടെ. 16-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം നോക്കിയാട്ടെ. 16-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം അവിടെ വായിക്കുന്നു, ഇസ്രയേൽ ആ സാധനത്തിന് മഞ്ഞയെന്ന് പേരിട്ടു. അത് കൊത്തമ്പലരി പോലെയും വെള്ള നിറമുള്ളതും തേൻ കൂട്ടിയ ദോശ പോലെയുള്ള രുചിയുള്ളതുമായിരുന്നു. തേൻ കൂട്ടിയ ദോശ പോലെ. അപ്പൊ മഞ്ഞയുടെ രുചി തേൻ കൂട്ടിയ ദോശയാണ്. കാലം അല്പം കഴിഞ്ഞു. സംഖ്യാപുസ്തകം എടുത്താട്ടെ, 11-ാം അധ്യായം. സംഖ്യാപുസ്തകം 11-ാം അധ്യായം. അല്പം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ വാക്കാണ് ഇനി ശ്രദ്ധിക്കാനുള്ളത്. 11-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം നോക്കിയാട്ടെ. ഞാൻ എല്ലാം വായിക്കുന്നില്ലേ. ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു, ഈ മഞ്ഞയല്ലാതെ ഒന്നും കാണാനില്ലെന്ന് പറഞ്ഞു. നേരത്തെ മഞ്ഞ അടിമ ചാട്ടവാറിന്റെ അടികളേറ്റ് അടിമത്വത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ദൈവം അവർക്ക് സ്വർഗത്തിൽ നിന്ന് മഞ്ഞ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ഇത് തേൻ കൂട്ടിയ ദോശ പോലെയാണ്. അല്പം കഴിയുമ്പോൾ പറഞ്ഞു, ഈ മഞ്ഞയല്ലാതെ ഒന്നുമില്ല, ഈ നിസ്സാരാഹാരം. നോക്കുക, അതിൻ്റെ 8-ാം വാക്യത്തിൻ്റെ അവസാനം നോക്കിയാൽ ജനം നടന്ന് പെറുക്കി തിരികളിൽ പൊടിച്ചിട്ടോ ഉരുളിയിൽ ഇടിച്ചിട്ടോ കലത്തിൽ പുഴുങ്ങിയിട്ടോ ഉണ്ടാക്കും. അതിൻ്റെ രുചി എണ്ണ ചേർത്തുണ്ടാക്കിയ ദോശ പോലെയായിരുന്നു. ശ്രദ്ധിച്ചാട്ടെ, അതിൻ്റെ രുചി ഇപ്പം മാറി. ഇപ്പം എങ്ങനെയാ? എണ്ണ ചേർത്തുണ്ടാക്കിയ ദോശ പോലെ. അല്പം മുമ്പ് എങ്ങനെയായിരുന്നു? തേൻ കൂട്ടിയ ദോശ പോലെ. തേൻ കൂട്ടിയ ദോശ പോലെ രുചിയുള്ള മഞ്ഞ ഇപ്പോൾ അവർക്ക് എണ്ണ ചേർത്തുണ്ടാക്കിയ ദോശ പോലെയായി. ഇതെന്തായി രുചിയുടെ വ്യത്യാസം? മഞ്ഞയുടെ രുചിക്ക് എന്തെങ്കിലും വ്യത്യാസം വന്നോ? വ്യത്യാസം വന്നിട്ടില്ലേ? മഞ്ഞയുടെ രുചിക്കല്ല വ്യത്യാസം വന്നത്. ഇതിൻ്റെ വാസ്തവത്തിൽ മറുപടി നമ്മൾ കാണുന്നത് പുതിയ നിയമത്തിലാണ്. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കതിൻ്റെ മറുപടി കിട്ടും. 7-ാം അധ്യായത്തിൻ്റെ 39-ാമത്തെ വാക്യം. ഈ എന്തുകൊണ്ടാണ് രുചി മാറിപ്പോയെന്നുള്ളത് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായത്തിൻ്റെ 39-ാമത്തെ വാക്യം. 39-ാമത്തെ വാക്യം. നമ്മുടെ പിതാക്കന്മാർ അവന് കീഴ്പ്പെടുവാൻ മനസ്സില്ലാതെ അവനെ തള്ളിക്കളഞ്ഞ് ഹൃദയം കൊണ്ട് മിസ്രയീമിലേക്ക് പിന്തിരിഞ്ഞു. They turned back to Egypt in their hearts. ഈ രുചിക്ക് വ്യത്യാസം എന്നതിൻ്റെ കാരണം അവരുടെ മനസ്സിൻ്റെ സ്ഥിതിയാണ്. അവർ ഈജിപ്തിലേക്ക് ഇറങ്ങിപ്പോയി. ഈജിപ്റ്റ് ലോകത്തിൻ്റെ ചിത്രമാണ്. നമ്മളത് ചിന്തിച്ചിട്ടുണ്ട്. ഈജിപ്റ്റ് ലോകത്തിൻ്റെ ചിത്രമാണ്. എന്തുകൊണ്ടാണ് ദൈവജനം
ദൈവത്തിൻ്റെ വചനത്തെ വായിക്കുന്നതിനോ പഠിക്കുന്നതിനോ ധ്യാനിക്കുന്നതിനോ അതിന് മുന്നിൽ ഇരിക്കുന്നതിനോ സമയം കണ്ടെത്താത്തത്? എന്തുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ട ദൈവജനങ്ങൾ പോലും ഈ വിധത്തില് ഇതിന് വില കൊടുക്കാതെ പോകുന്നത്? അതിന്റെ കാരണം ഇവിടെ കാണുന്നു. തേൻകുട്ടിയ ദോശ പോലെ രുചിയുണ്ടായിരുന്ന ആ മന്ന എണ്ണ ചേർത്ത ദോശ പോലെയായി മാറി. ഹൃദയം കൊണ്ട് അവർ ഈജിപ്തിലേക്ക് ഇറങ്ങിപ്പോയി. ഹൃദയത്തിലായിരുന്നു അവരുടെ പ്രശ്നം. 106-ാം സങ്കീർത്തനം 22-ാം വാക്യത്തിലും വായിക്കുന്നുണ്ട്. 106-ാം സങ്കീർത്തനം, ദ പ്രോബ്ലം വാസ് ഇൻ ദെയർ ഹാർട്ട്. 106-ാം സങ്കീർത്തനം അതിന് 22-ാം, ചെങ്കടലിനെ ഭയങ്കര കാര്യങ്ങൾ ചെയ്തവനായ തങ്ങളുടെ രക്ഷിതാവായ ദൈവത്തെ അവർ മറന്നു കളഞ്ഞു. ആ ദൈവത്തെ അവർ മറന്നു, അവന്റെ ഉപകാരങ്ങളെ മറന്നു കളഞ്ഞു. അവര് ഹൃദയം കൊണ്ട് അവനിൽ നിന്ന് മാറിപ്പോയി, ഈജിപ്തിലേക്ക് പോയി. ആ മന്നയുടെ രുചി നഷ്ടപ്പെട്ടു. അവർക്ക് ആത്മിക വിശപ്പ് ഇല്ലാതെ പോയി. ആത്മിക വിശപ്പില്ലാതെ പോയി. അവർക്ക് അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അത് തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി മറ്റ് പലതും അവർ അന്വേഷിക്കാൻ ആരംഭിച്ചു. They started to pursue many other things. കർത്താവിനെ ഞാൻ ഓർത്തുപോയി ഈ ഭാഗം ധ്യാനിച്ചപ്പോൾ. നമ്മൾ പുതിയ നിയമം പഠിക്കുമ്പോൾ നമുക്കൊരു സത്യം മനസ്സിലാക്കാൻ സാധിക്കുന്നു. കർത്താവിൻ്റെ ഐഹിക ജീവിതകാലം 4 സുവിശേഷങ്ങളിലും മറ്റുമായി രേഖപ്പെടുത്തിയപ്പോൾ കർത്താവ് എങ്ങനെ ജീവിച്ചു, എങ്ങനെ സംസാരിച്ചു എന്ന് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് പറഞ്ഞ വാക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ നിയമം നമ്മൾ പഠിച്ചാൽ ഏതാണ്ട് 1800 വാക്കുകൾ കർത്താവ് പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1800 വേർഡ്സ്. ഈ 1800 വാക്കുകൾ കർത്താവ് പറഞ്ഞതിൽ 180 വാക്കുകൾ പഴയ നിയമ കോട്ടിയാണ്. അതിന്റെ പ്രാധാന്യത എന്താ? കർത്താവ് പറഞ്ഞ 1800 വാക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1800. ഔട്ട് ഓഫ് ഇറ്റ് 180 ആർ ഓൾഡ് ടെസ്റ്റ്മെന്റ് കോട്ടിംഗ്. എന്ന് പറഞ്ഞാൽ കർത്താവ് സംസാരിച്ച വാക്കുകളിൽ 10-1 ദൈവജനം അവൻ സംസാരിച്ചേ. എന്താ കാരണം? ഹൃദയം നിറഞ്ഞു കവിയുന്നത് വായെ പ്രസ്താവിക്കും. കർത്താവിൻ്റെ ഹൃദയം ദൈവജനത്താൽ നിറയപ്പെട്ടിരുന്നു. നമ്മുടെ ജീവിതം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മളൊരു ദിവസം ചെലവഴിക്കുമ്പോൾ ഉണർന്നിരിക്കുന്നത് 12 മണിക്കൂറുണ്ട്, അല്ലെങ്കിൽ 18 മണിക്കൂറുണ്ടെന്ന് വിചാരിച്ചു. ഈ 18 മണിക്കൂർ നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ അതിൻ്റെ 10-1 ദൈവജനം പറയണമെങ്കിൽ ഏതാണ്ട് 2 മണിക്കൂറോളമൊക്കെ ദൈവനെ നമ്മുടെ വായിൽ നിന്ന് അങ്ങനെ വരാറുണ്ടോ? വരുന്നില്ലേ? എന്നാൽ ചിലരുടെ അടുക്കൽ സംസാരിച്ചാൽ എപ്പോഴും ദൈവജനം ഇങ്ങനെ കോട്ട് ചെയ്യുന്ന കാണാം. സംസാരിക്കുമ്പോഴും എടുക്കുമ്പോഴൊക്കെ. ബിക്കോസ് അവരുടെ ഹാർട്ടിൻ്റെ നിലവാരത്തെ അത് വെളിപ്പെടുത്തും. യേശു ക്രിസ്തു 1800 വാക്ക് പറഞ്ഞതായി രേഖപ്പെടുത്തിയതിൽ 180 വാക്കുകൾ പഴയ നിയമ കോട്ടിങ്ങാണ്. അവൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ വചനങ്ങൾ കൊണ്ട് നിറയപ്പെട്ടു. ഇവിടെ നമ്മൾ ഓർക്കുക, കർത്താവ് പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു. നോക്കാം, ഇസ്രായേലിനെ സംബന്ധിച്ച് പ്രവാചകന്മാർ എന്ന് പറഞ്ഞ കള്ളപ്രവാചകന്മാരുടെ അടുക്കൽ വന്നു. കള്ളപ്രവാചകന്മാർ ഈ ആത്മിക വിശപ്പുള്ളവർക്ക് കൊടുത്തത് ആത്മിക ഭക്ഷണമല്ലേ. പലതുകൊണ്ടും അവരുടെ വികാരങ്ങളെ തട്ടി ഉണർത്തി അവർക്ക് സംതൃപ്തി അടയുന്ന ഇഷ്ടമുള്ള വാക്കുകൾ കേൾപ്പാനിടയായി. ഇന്നത്തെ ക്രിസ്ത്യ കോളം ഇതിൽ നിന്ന് വിഭിന്നമാണോ? അതോ ഇന്നത്തെ ക്രിസ്ത്യ സമൂഹം ഇതിൽ നിന്ന് വിഭിന്നമാണോ? ഇന്ന് കേൾക്കുന്ന വാക്കുകൾ എന്താണ്? ഇന്ന് മനുഷ്യന്റെ ആത്മീയ വിശപ്പിനെ അടക്കുന്ന വാക്കുകളല്ലേ? യെസ്, പ്രോസ്പെറിറ്റി ഗോസ്പൽ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കടം വീടുന്നു, സമ്പത്ത് വർദ്ധിക്കുന്നു, അനുഗ്രഹം പ്രാപിക്കുന്നു, കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു. അനേക അനുഗ്രഹങ്ങളുടെ പട്ടികൾ നിരത്തി വെക്കുമ്പോൾ ദൈവജനം നേരെ വിരുദ്ധമായ ഒന്ന് പറയുന്നു. അവൻ അനുഗ്രഹിക്കും, അതിന് തർക്കമൊന്നുമില്ലേ? എന്നാൽ ദൈവജനം വളരെ വ്യക്തമായി പറയുന്നു, ഇങ്ങനെ നാം അനേക കഷ്ടങ്ങളുടെ സ്വർഗരാജ്യത്തിൽ കടക്കണം. ഈ നമ്മൾ കർത്താവ് രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു എന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. നമ്മൾ അനേക കഷ്ടങ്ങളുടെ സ്വർഗരാജ്യത്തിൽ കടക്കണം. ആ ചെങ്കടലിന്റെ നടുവിലൂടെ വഴി ഒരുക്കിത്തരും ദൈവം. ചെങ്കടലില്ലാതാക്കുകയല്ല, വഴികൾ ഒരുക്കിത്തരും. നമുക്ക് നോക്കുക, ഇന്ന് നമ്മൾ കേൾക്കുന്ന ഈ പ്രസംഗങ്ങളൊക്കെ, ഇന്ന് കേൾക്കുന്ന ഈ എമോഷണലിനെ സ്റ്റെറപ്പ് ചെയ്യുന്ന, വികാരത്തെ തട്ടി ഉണർത്തുന്ന വസ്തുതകൾ ഈ ഇസ്രായേലിനെ പറ്റിയ പോലെ തന്നെയാ. അവരുടെ ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്ന ഒന്നുമില്ലേ. ഇവിടെ പറഞ്ഞ പോലെ അവർ കാറ്റിനെ ഭക്ഷിക്കുകയാണ്. ദേ ആർ ഫീഡിങ് ഓൺ ദ വിൻഡ്. കേൾക്കുന്ന പ്രിയപ്പെട്ടവർ പ്രത്യേകം ഓർക്കുക, ചുറ്റുപാടും ലോകവ്യാപകമായി ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വളരെ വ്യക്തമായി നോക്കാം, ഇവിടെ നമ്മൾ ഓർത്തതുപോലെ മനുഷ്യന് അപ്പം കൊണ്ട്
അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട്. ഞാനിങ്ങനെ പറയാറുണ്ട്, ജങ്ക് ഫുഡ് കേൾക്കുന്നൊരു വാക്കാണ്. സാൻഡ്വിച്ചൊക്കെ നല്ല സാൻഡ്വിച്ച് ഇഷ്ടമാണ് അല്ലേ? പക്ഷേ നമ്മളാരെങ്കിലും കാറ്റ് സാൻഡ്വിച്ച് തിന്നിട്ടുണ്ടോ? കാറ്റ് കൊണ്ടുള്ള സാൻഡ്വിച്ച് തിന്നാൻ കഴിയുമോ? അതൊന്നും നമ്മുടെ ശരീരത്തിന് തരില്ല. നമ്മുടെ ശരീരത്തിന് ഒരു പോഷണമില്ലാത്ത പോലെ ആത്മീയ ഗോളത്തിലും യാതൊരു പോഷണമില്ലാത്തതാണ്. നമ്മൾ ഓർത്തതുപോലെ ഈ കാറ്റ് വിതയ്ക്കുന്ന വികാരപരമായ വസ്തുത. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് ആരോ പറഞ്ഞ പോലെ വിൻഡ് സെയിൽസ്മെൻ, ഒരുപാട് കാറ്റിനെ വിൽക്കുന്ന വിൽപ്പനക്കാർ, സുവിശേഷകന്മാരെന്ന് പറഞ്ഞ് ഇന്നുള്ള പലരും ഈ ജങ്ക് ഫുഡിൻ്റെ വിൽപ്പനക്കാരായി മാറിയിരിക്കുന്നത് ദുഃഖപൂർണമാണ്. ദൈവജനം ഭക്ഷണമില്ലാതെ വലയുന്ന ഒരവസ്ഥയിൽ അവർ ആത്മിക വിശപ്പും ദാഹമുള്ളവരായി തീരുന്നതായിട്ട് നമ്മൾ വായിക്കും. ഇതുകൊണ്ടായിരിക്കണം കർത്താവ് അന്ത്യകാലത്തെക്കുറിച്ച് പറയുമ്പോൾ, ഞാൻ കഴിഞ്ഞ 1-2 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ ആന്ധ്രയിൽ നിന്ന് വന്നു. ആന്ധ്രയിൽ ശുശ്രൂഷയ്ക്ക് പോയി. ആന്ധ്രയിൽ പോയപ്പോഴും എനിക്ക് തന്നെ അനുഭവമായി തോന്നി. നോക്കുക, കാലത്തിൻ്റെ അന്ത്യം വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം 24:41 തൊട്ടുള്ള വാക്യം വായിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, അന്ത്യകാലത്തെക്കുറിച്ച് പറയുമ്പോൾ, വീട്ടുകാർക്ക് തത്സമയത്തിന് ആഹാരം കൊടുക്കുന്ന ബുദ്ധിമാനും വിശ്വസ്തനുമായ ദാസനാർ, അങ്ങനെയുള്ളവനെ കർത്താവ് മടങ്ങി വരുമ്പോൾ അരകെട്ടി ശുശ്രൂഷിക്കുമെന്ന് പറഞ്ഞു. കാലത്തിൻ്റെ അന്ത്യത്തിൽ ദൈവത്തിൻ്റെ ജനത്തിന് പോഷണം കൊടുക്കുന്ന വിശ്വസ്തദാസന്മാർ, അവരോടൊരു പ്രത്യേക അനുഗ്രഹം കർത്താവ് പറഞ്ഞതായിട്ട് രേഖപ്പെടുത്തുന്നു. സോന്മാരെ, ഞാൻ ആ ഭാഗം അവിടെ നിർത്തട്ടെ. ഒരു സത്യം നമ്മൾ ഓർക്കുക. ഇസ്രായേലിനെ സംബന്ധിച്ച് കാറ്റ് വിതച്ചു, അവർ കൊടുങ്കാറ്റ് കൊയ്തു. ദൈവരുടെ ആത്മജീവിതത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഭക്ഷിക്കുന്നത് കാറ്റാണ്. കള്ളപ്രവാചകന്മാരുടെ മറ്റും വാക്കുകൾ കേൾക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനത്തെ ഭക്ഷിക്കാതെ ഉപേക്ഷിക്കുമ്പോൾ അവരാത്മികമായി ക്ഷീണം പ്രാപിക്കുന്ന ഒരു കൂട്ടം ആളുകളായി മാറിയതായിട്ട് കർത്താവ് പറയുന്നു. ഇന്നത്തെ ക്രിസ്ത്യ സമൂഹവും ഈ വിധത്തിലായിത്തീർന്നു എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. നോക്കിയാട്ടെ, ഇന്ന് മീറ്റിങ്ങുകളൊക്കെ ഞാൻ ഓർക്കുകയാണ്, ലോകവ്യാപകമായി ഞായറാഴ്ച ഒന്ന് വന്ന് അപ്പം മുറിച്ച് വിശുദ്ധന്മാർ തന്നെ അല്പനേരം ഇരുന്ന് പോയി, പിന്നെ കാണണേ അടുത്ത ആഴ്ചയാണ്. എല്ലായിടത്തും ഇങ്ങനെയായി. മറ്റു വിധത്തിൽ പറഞ്ഞാൽ അവരുടെ ആത്മാവിനുള്ള യാതൊരു ഭോജനവുമില്ല. എന്നാൽ ആദിമ നൂറ്റാണ്ടിലെ സഭയെ നോക്കിയാൽ ദിനംതോറും ദൈവത്തിൻ്റെ വചനം അവർ പരിശോധിച്ചു. ദിനംതോറും അവർ ഒന്നിച്ചുകൂടി എല്ലാ ദിവസവും അവർ കർത്താവിനെക്കുറിച്ചും കർത്താവിൻ്റെ വചനത്തെക്കുറിച്ചും തൽപരരായി അവർ മുന്നോട്ട് പോയപ്പോൾ എത്രയോ ശക്തന്മാരായിരുന്നു അവർ. ഇന്ന് ബലഹീനനായി തീരുന്നതിൽ യാതൊരു അതിശയവുമില്ല. ഇതിൻ്റെ എല്ലാം കാരണം നമ്മൾ ഓർത്തതുപോലെ, ആ മന്നയുടെ രുചി മാറിയതുപോലെ ഹൃദയത്തിൻ്റെ നിലവാരം ഭൗമിക കാര്യങ്ങളിലേക്ക് കാലത്തിൻ്റെ അന്ത്യത്തിൽ മനുഷ്യൻ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി. കാലത്തിൻ്റെ അന്ത്യമാകുമ്പോൾ മനുഷ്യൻ ദ്രവ്യാഗ്രഹികളായി, പണം മാത്രം അവൻ്റെ മുഖ്യ വിഷയമായി, അതിനുവേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെക്കുമ്പോൾ നോക്കുക, ഇതെല്ലാം ഒരു വലിയ കണിയിലകപ്പെടുത്തി അവനെ ക്ഷീണിപ്പിക്കുന്ന വസ്തുക്കളാണെന്ന് ഓർക്കുക. മൂന്നാമത് പറഞ്ഞതുകൂടെ ഞാൻ എടുത്തുകൊള്ളട്ടെ. മൂന്നാമത് പറഞ്ഞു, നമ്മളതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചിന്തിക്കുകയുണ്ടായി. കിഴക്കൻ കാറ്റിനെ ഇഷ്ടപ്പെടുന്നു. ഇംഗ്ലീഷിൽ വായിച്ചാൽ ദ പെർസ്യൂ ദ ഈസ്റ്റേൺ വിൻഡ്. എന്താണെന്നുള്ളത് 12-ാം അധ്യായത്തിന് താഴോട്ടുള്ള വാക്യങ്ങളിൽ ഉണ്ടെന്ന് ഞാൻ പറയുകയുണ്ടായി. വടക്ക് അസറിയ, തെക്ക് ഈജിപ്റ്റ്. ഈജിപ്റ്റും അസറിയും തമ്മിൽ നോക്കുക, ഇവരോട് അവരുടെ ബുദ്ധി ഉപയോഗിച്ച് ഇവരെ രണ്ടു കൂട്ടരെയും സമാധാനത്തോടെ നിർത്തുവാൻ അവരൊരു വലിയ തന്ത്രം പ്രയോഗിച്ചു. അസറിയുമായിട്ടൊരു ഉടമ്പടി, സൈനിക ഉടമ്പടി ഉണ്ടാക്കി. ഈജിപ്തിനുള്ള ബന്ധത്തിൽ വ്യാപാരം നടത്തി. നമ്മൾ 1-2 വാക്യങ്ങൾ വായിച്ചു. എണ്ണയുടെ വ്യാപാരം നടത്തി അവർ ഒരു പാക്റ്റ് ഉണ്ടാക്കി. അവർ വിചാരിച്ചു ഇതിൻ്റെ മധ്യത്തിൽ ഇവർ വളരെ സുരക്ഷിതരാണെന്ന് വിചാരിച്ചു. എന്നാൽ അല്ല എന്ന് ദൈവം പറഞ്ഞു, നിങ്ങൾ കിഴക്കൻ കാറ്റിനെയാണ് പിന്തുടരുന്നത്. എന്തായി കിഴക്കൻ കാറ്റ്? പഠിച്ചിട്ട് യോനയുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. യോനയുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. അത്യുഷ്ണമുള്ള ഒരു കിഴക്കൻ കാറ്റ് അടിച്ചിട്ട് അവൻ ക്ഷീണിച്ചു. അത്യുഷ്ണമുള്ള കിഴക്കൻ കാറ്റ്. യോനയുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. അത്യുഷ്ണമുള്ള കിഴക്കൻ കാറ്റ്. അപ്പോൾ കിഴക്കൻ കാറ്റ്, ഈ ഇസ്രയേലിൻ്റെ മാപ്പ് എടുത്ത് നോക്കിയാൽ കിഴക്ക് ഭാഗം എന്താണ്? ഇസ്രയേലിൻ്റെ മാപ്പ് നോക്കിയാൽ കിഴക്ക് അറേബ്യൻ മരുഭൂമിയാണ്, വിശാലമായ മരുഭൂമി. മരുഭൂമിയിലെ ചൂട് നമുക്കറിയാം. മരുഭൂമിയിലെ മഴ പെയ്യാതെ പകൽ മുഴുവൻ വെയില്, ആ മണലിൽ ചൂടേറ്റ് അന്തരീക്ഷത്തിൻ്റെ വായു കൂടെ ചൂടേറ്റ് ആ കിഴക്കുള്ള ചൂട്
അവിടെ നടിക്കുന്ന കാറ്റിൻ്റെ പേരാണ് കിഴക്കൻ കാറ്റ്. ആ കാറ്റ് തളർത്തിക്കളയുന്നതാണ്. ആ കാറ്റ് വിശ്രമം കൊടുക്കില്ല. യോനയുടെ പുസ്തകം 4-ാം അധ്യായത്തിന് 8-ാം വാക്യത്തിൽ വായിക്കുന്നു, അത്യുഷ്ണമുള്ള കിഴക്കൻ കാറ്റ്. ദൈവം പറയുന്നു, ഈ ഡബിൾ ഡീലിംഗ് മൂലം വാസ്തവത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നത് നിങ്ങൾ കിഴക്കൻ കാറ്റിനെ പിന്തുടരുകയാണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഇരുമനസ്സാണ്, ഡബിൾ മൈൻഡ്. എന്താ ഇരുമനസ്സെന്ന് പറയാൻ കാരണം? ദൈവം ഇവരോട് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചാൽ അറിയാം. ദൈവം ഇവരോട് പറഞ്ഞു, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കില്ല. 1-2 വാക്യം നോക്കാം. 121-ാം സങ്കീർത്തനം. 121-ാം സങ്കീർത്തനം. ഈ ചൂടേറിയ കാറ്റിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം അവർക്കൊരു മറവായിരിക്കും. 121-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 6-ാമത്തെ വാക്യം നോക്കിയാട്ടെ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രൻ. പകലത്തെ സൂര്യൻ്റെ ചൂട്. ആരാണിത്? 1-2 വാക്യം നോക്കിയാൽ അറിയാം. എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എൻ്റെ സഹായം ഇവിടെ നിന്ന് വരും. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെ നിർമ്മിച്ച ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. യഹോവയിൽ ആശ്രയം കണ്ടെത്തുന്ന മനുഷ്യനോട് വാക്ക് പറയുകയാണ്, പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കില്ല. 91-ാം സങ്കീർത്തനം എടുത്താട്ടെ. 91-ാമത്തെ സങ്കീർത്തനം നമുക്കെല്ലാം ഇഷ്ടമുള്ളൊരു സങ്കീർത്തനം. അവിടെ നോക്കുക, 1-ാം വാക്യം. അത്യുന്നതന്റെ മറവിൽ വസിക്കുക, സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് പറയും. അത്യുന്നതന്റെ മറവിൽ വസിക്കുക, സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുക. ടു അബൈഡ് അണ്ടർ ദ ഷാഡോ ഓഫ് ഹിസ് വിങ്സ്. ഒരാളുടെ നിഴലിൽ നിൽക്കണമെങ്കിൽ ഞാൻ ആളിനോട് അടുത്ത് നിന്നെങ്കിലേ സാധിക്കുള്ളൂ, അല്ലേ? ഒരാളുടെ നിഴലിൽ തന്നെ ഞാൻ നിൽക്കണമെങ്കിൽ ആളിനോട് അടുത്ത് നിൽക്കണം. ദൂരെ നിൽക്കുന്ന ഒരാളുടെ നിഴലിൽ എനിക്ക് നിൽപ്പാൻ കഴിയില്ല. അപ്പോൾ അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ കീഴ് പാർക്കുകയും ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ ദൈവത്തോട് അടുത്തിരിക്കുന്ന മനുഷ്യൻ. അവനെക്കുറിച്ച് താഴോട്ട് വായിക്കുമ്പോൾ പറഞ്ഞു നോക്കുക. 5-ാം വാക്യം, 5 തൊട്ടുള്ള വാക്യം. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ട് സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നീ പേടിക്കുകയില്ല. ഈ ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന മനുഷ്യനെ കുറിച്ച് പറയുന്നു, നീ ഒന്നും പേടിക്കില്ല. 14-ാം വാക്യം നോക്കിയാട്ടെ. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. ദൈവത്തോട് അടുത്തിരിക്കുന്ന മനുഷ്യൻ. ഈ ലോകം ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, പലരോടും പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മുടെ കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഒരു വാക്കതിനകത്തുണ്ട്, ദോഷങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഡെലിവർ അസ് ഫ്രം ദ ഈവിൾ. എന്തിനാ കർത്താവ് അത് പറഞ്ഞത്? ദോഷങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണേ. അതിൻ്റെ കാരണം ഈ ലോകം മുഴുവൻ ദോഷം നിറഞ്ഞതാണ്. നമ്മുടെ കുടുംബം, നമ്മുടെ കുഞ്ഞുങ്ങൾ, നാം ജീവിക്കുന്നത് ദോഷം നിറഞ്ഞൊരു ഭൂമിയിലാണ്. എന്തെല്ലാം അനർത്ഥങ്ങൾ, എന്തെല്ലാം ദോഷങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. കർത്താവ് പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ദോഷങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണം. ആരാ വിടുവിക്കുന്നേ? സ്വർഗത്തിലെ ദൈവം. അവൻ നമ്മളെ സൂക്ഷിക്കും. ഇവിടെ നമ്മൾ വായിക്കുന്ന, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്നെ അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തും. അത്യുന്നതന്റെ മറവിൽ വസിക്കുക. നമുക്ക് ഇസ്രായേലിനുള്ള ബന്ധത്തിൽ ഇത് ദൈവം പറഞ്ഞു. അടുത്തിരിക്കുന്ന മനുഷ്യർക്ക് ദൈവം വിടുതൽ കൊടുക്കും. ഇസ്രായേലിനുള്ള ബന്ധത്തിൽ നമ്മൾ ഓർത്തു, പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ ഓർത്തു, അവര് ദൈവത്തിന്റെ സന്നിധിയില് 3 വർഷത്തിൽ 3 പ്രാവശ്യം ഉത്സവം ആചരിക്കാൻ വരുമ്പോൾ 20 വയസ്സിന് മേലോട്ടുള്ള സകല പുരുഷന്മാരെ യെരൂശലേമിൽ പോകുമ്പോൾ യുദ്ധപ്രാപ്തന്മാരായ ഒരു വ്യക്തി പോലും അവരുടെ ദേശത്തില്ല. അവരുടെ സ്ത്രീകളും കുഞ്ഞുങ്ങളും അവരുടെ വീടുകൾ തുറന്നിട്ടുകൊണ്ട് അവർ പോകുമ്പോൾ ഒരു ശത്രുവും അവരുടെ ദേശം മോഹിക്കില്ല. കാരണം എന്നാ? അത്യുന്നതന്റെ മറവിൽ വസിക്കുകയാണ്, ദൈവത്തിന്റെ വാക്കുകൾ അനുസരിക്കുകയാണ്. എന്നാൽ ഇവിടെ ഈ ഡബിൾ ഡീലിംഗ്, അവർ ദൈവത്തിൽ ആശ്രയിക്കുന്നുവെന്ന് പറഞ്ഞിട്ട് അവർ ലോക സൈനിക ശക്തിയിലെ ആശ്രയിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങൾ കിഴക്കൻ കാറ്റാണ് പിന്തുടരുന്നത്, അത്യുഷ്ണമുള്ള കാറ്റാണ്, ഈ കാറ്റ് നിങ്ങളെ തളർത്തിക്കളയുമെന്ന് ദൈവം പറഞ്ഞു. അത് പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. അല്പം കാലം കഴിഞ്ഞപ്പോൾ ഇഫ്രായിം എന്ന് വിളിക്കപ്പെട്ട വടക്കേ 10 ഗോത്രങ്ങളെ അശൂര് വന്ന് പിടിച്ചുകൊണ്ടുപോയി. ദൈവം പറഞ്ഞ വാക്ക് എത്ര ആശ്ചര്യമായി നിവർത്തിക്കപ്പെട്ടു. പ്രവാചകനോട് ദൈവം മുന്നറിയിപ്പ് കൊടുത്തു. ഈ 10 ഗോത്രങ്ങളെ പ്രവാസത്തിൽ പിടിച്ചുകൊണ്ടുപോയി. പ്രവാസത്തിൽ പിടിച്ചുകൊണ്ടുപോയി എന്ന് പറയുമ്പോൾ നമ്മളത് പറയുമ്പോൾ നമുക്ക് എളുപ്പമാണ്.
ഓർക്കണം, സ്വന്തം വീട് നഷ്ടപ്പെട്ട്, സ്വന്തം ദേശം നഷ്ടപ്പെട്ട്, സകലവും നഷ്ടപ്പെട്ട്, ഒരുപക്ഷെ പിതാക്കന്മാരെ കൊന്ന്, കുട്ടികളെ കൊന്ന്, സ്ത്രീകളെ വഷളാക്കി അവരെ ചങ്ങല കൊണ്ട് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അവരുടെ സ്ഥിതി എന്ത് ഭയങ്കരമാണ്, എന്തൊരു അരാജകത്വമാണ്. ഒരടിമത്വത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ എന്തൊരു ദുഃഖപൂർണമാണ്. എന്നാൽ ദൈവം പറഞ്ഞു, ഒരു ബാധയും നിന്നെ അടുക്കില്ല എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി ഒരു സൈന്യങ്ങളുടെ യഹോവയായി അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത ദൈവത്തെ അവർ മറന്നിട്ട് അവന് വചനങ്ങളെ തിരസ്കരിച്ച് ലോകത്തിൻ്റെ മാർഗം ഉപയോഗിച്ച് അവർ തന്ത്രങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ കർത്താവ് പറഞ്ഞു, യു ആർ പ്ലേയിങ് വിത്ത് ദ ബോത്ത് എൻഡ്സ്. നിങ്ങൾ കളിക്കുകയാണ്. നിങ്ങൾ എന്നിൽ ആശ്രയിക്കുന്നതിന് പകരം നിങ്ങൾ ലോകത്തിൽ ശക്തിയിൽ ആശ്രയിക്കാൻ തുടങ്ങി. ഇത് നിങ്ങൾക്ക് ദോഷമാണ്. നിങ്ങൾ കിഴക്കൻ കാറ്റിനെ പിന്തുടരുകയാണ്. ആ ചൂടുകാറ്റ് നിങ്ങളെ തളർത്തിക്കളയും എന്ന് ദൈവം പറഞ്ഞു. അത് വാസ്തവമായി സംഭവിച്ചു. ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ മറ്റൊരു കാര്യം കൂടെ ഞാൻ കണ്ടു. അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാനായിട്ട് നോക്കാം. മറ്റൊരു കാര്യം കൂടെ ഇതോടുള്ള ബന്ധത്തിൽ കാണാനായിട്ടിടയായി. സഭാപ്രസംഗി 1:14 ഈ കാറ്റിനുള്ള ബന്ധത്തിൽ ചിന്തിച്ചപ്പോഴാണ് ഞാനത് കാണാനായിട്ടിടയായത്. സഭാപ്രസംഗി എക്ലിയാസിസ് chapter 1 verses 14. സഭാപ്രസംഗി 1:14 നമ്മൾ ഈ ക്ലാസ് ആരംഭിച്ചതും അതോടുള്ള ബന്ധത്തിലായിരുന്നു. നമുക്ക് അവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. സഭാപ്രസംഗി 1-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു, സൂര്യന് കീഴെ നടക്കുന്ന സകല പ്രയത്നങ്ങളെയും ഞാൻ കണ്ടിട്ട് അവയൊക്കെയും മായയും വൃഥാ പ്രയത്നവും അത്രേ. അവിടെ വായിക്കുന്നത് അങ്ങനെയല്ല. അവിടെ വായിക്കുന്നത് all is vanity and grasping for the wind. All is vanity. സൂര്യന് കീഴിൽ ഞാൻ കണ്ട സകല പ്രയത്നവും all is vanity, മായയാണ്, വൃഥാ പ്രയത്നം എന്നുള്ളത് ഇംഗ്ലീഷിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗ്രാസ്പിംഗ് ഫോർ ദ വിൻഡ്, കാറ്റിനു വേണ്ടി പിടിക്കാനുള്ള കിതയ്ക്കുകയാണ്. സഭാപ്രസംഗി 1:14 അതാണ് ഗ്രാസ്പിംഗ് ഫോർ ദ വിൻഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. കാറ്റിനെ പിടിക്കാനുള്ള ശ്രമം, കാറ്റിനെ കവർ ചെയ്യാൻ അല്ലെങ്കിൽ കാറ്റിനെ പിൻഗമിക്കുന്ന ഒരു ശ്രമമാണ് എന്ന് പറയുകയാണ്. ദൈവം മനുഷ്യനോട് സംസാരിക്കുകയാണ് ഈ വാക്കുകളിലൂടെ. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പറയുന്നു, മനുഷ്യൻ സൂര്യൻ്റെ കീഴിൽ നടത്തുന്ന സകല പ്രയത്നങ്ങളും ഇറ്റ് ഈസ് ലൈക്ക് ഗ്രാസ്പിംഗ് ദ വിൻഡ്. ഈ കാറ്റിൻ്റെ പുറകെ പോയാൽ എന്ത് നേടാൻ കഴിയും? ഞാൻ പ്രാരംഭ ക്ലാസ്സിൽ ഓർപ്പിച്ചു, ഏതാണ്ട് 38 പ്രാവശ്യം മായ എന്നുള്ള വാക്ക് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തി. ഹേവൽ എന്ന എബ്രായ പദം, ആബേൽ എന്ന വാക്ക് അതിൽ നിന്ന് വന്നു എന്ന് ചിലർ ചിന്തിക്കുന്നു. ആബേൽ പെട്ടെന്നില്ലാതെ പോയി, ഹേവൽ പെട്ടെന്ന് കാണാൻ പോകുന്നു. വാട്ടർ ഈസ് ലെഫ്റ്റ് വെൻ യു ബ്രേക്ക് എ സോപ്പ് ബബിൾ. ഒരു സോപ്പ് കുമിള പൊട്ടിക്കുമ്പോൾ എന്ത് ശേഷിക്കുന്നു? ശേഷിക്കാത്തത് മായല്ല. ജീവിതം അവസാനിക്കും. നമ്മുടെ പ്രയത്നങ്ങൾ, നമ്മുടെ അധ്വാനങ്ങളൊക്കെ തീരാൻ പോവുകയാണ്. നമ്മൾ നിത്യവിശ്രമത്തിൽ പ്രവേശിക്കും. എന്നാൽ വിശുദ്ധന്മാരായ നമ്മളൊരു കാര്യം ഓർക്കുക, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറിയ പങ്കും ഇവിടെ ഓർപ്പിച്ച പോലെ കാറ്റിനെ നേടുവാനുള്ള ഒരു ശ്രമമല്ലേ? എന്ത് നേടും? ജീവിതത്തിൻ്റെ വാർദ്ധക്യത്തിൽ മാത്രം മനസ്സിലാകും എൻ്റെ പ്രയത്നങ്ങളൊക്കെ വൃഥാവായിരുന്നു. പലരുടെയും വാക്കുകൾ കേൾപ്പാൻ എനിക്കിടയായി. ദൈവം എനിക്കിനി ഒരു ജീവിതം തന്നാൽ ആ ദൈവത്തിന് വേണ്ടി ഞാൻ ചെലവഴിക്കും. ദൈവം അവർക്ക് കൊടുത്തില്ല, നഷ്ടമായിപ്പോയി. വളരെ കഴിവുകളും എല്ലാം അവർക്ക് നഷ്ടമായിപ്പോയി. ഞാനിവിടെ വീണ്ടും ഓർപ്പിക്കട്ടെ, ഈ ലോക ജീവിതം കഴിഞ്ഞ് കർത്താവിൻ്റെ അടുക്കൽ കടന്നു ചെല്ലുമ്പോൾ മുമ്പേ നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 കൊരിന്ത്യർ 5:10 അവനവൻ ശരീരത്തിലിരിക്കുന്നത് ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ ക്രിസ്തുവിന്റെ ന്യായമുമ്പാകെ നിൽക്കേണ്ടതാണ്. നല്ലതാകലും തീയതാകലും 2 വാക്ക്, വെദർ ഗുഡ് ഓർ ബാഡ്. നല്ലത് അഗാത്തോസ് എന്ന വാക്കാണ്. പ്രോഫിറ്റബിൾ, ബെനവലന്റ്, പ്രയോജനമുള്ളത്, ദൈവത്തിന് പ്രയോജനമുള്ളത്, സ്വർഗത്തിൻ്റെ കാഴ്ചപ്പാടിൽ വിലയുള്ളത്. കാറ്റിനെ പിന്തുടരുന്ന ജീവിതമല്ലായിരുന്നു. ഇറ്റ് വാസ് പ്രോഫിറ്റബിൾ ഫോർ ഹെവൻ. സ്വർഗത്തിന് അത് വിലയുള്ളതായിരുന്നു. എന്നെ രക്ഷിച്ചു, ദൈവത്തിന് ഞാൻ പ്രയോജനമുണ്ടോ? മറ്റൊരു വാക്കാണ് നല്ലതോ തീയതോ. തീയത് ബാഡ്. പരിശോധനയിൽ ബാഡ് എന്നുള്ള വാക്ക്, ആ വാക്ക് ഫോളോസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വാക്കാണ്. പാപത്തിന് ഉപയോഗിക്കുന്ന വാക്കല്ല. കാക്കോസ് എന്നും ഫനീറോസ് എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കാതെ പൗലോസ് ആ തീയതിനൊരു പ്രത്യേക വാക്ക് ഉപയോഗിച്ചു, ഫോളോസ്. ഫോളോസ് എന്ന വാക്കിൻ്റെ അർത്ഥം വർത്ത്ലെസ്, അൺഇമ്പോർട്ടൻറ്റ്, അൺഡിസ്റ്റിങ്വിഷ്ഡ്,
കൊള്ളത്തില്ല, പ്രയോജനമില്ലാത്ത, വാസ്തവത്തിൽ ജീവിതം അവസാനിച്ച് കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ, ക്രിസ്തുവിന്റെ ന്യായാസനത്തിൽ നിൽക്കുമ്പോൾ പരിശോധിക്കപ്പെടുന്നത് വെദർ ഇറ്റ് വാസ് പ്രോഫിറ്റബിൾ ഓർ അൺപ്രോഫിറ്റബിൾ. ദൈവത്തിന് പ്രയോജനമുള്ളതായിരുന്നോ പ്രയോജനമില്ലാത്തതായിരുന്നു. പാപത്തെക്കുറിച്ച് ഒന്നുമല്ല അവിടെ പരിശോധിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞുപോയി. ഞാൻ അവരുടെ പാപങ്ങളും അകൃത്യങ്ങളും ഇനി ഓർക്കില്ല. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പാപത്തെക്കുറിച്ച് ഓർക്കില്ലെന്ന് വാക്ക് പറഞ്ഞു. നമ്മളെ അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി നിർത്തുന്നു. പാപം നമ്മൾ ചെയ്താൽ ബാലശിക്ഷ എന്ന് പറയുന്ന മറ്റൊരു ശിക്ഷയുണ്ട്. വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. ബാലശിക്ഷ മരണം വരെ ഒരു വിശുദ്ധന് സംഭവിക്കും. ഈ ലോക ജീവിതത്തിൽ പല വിധത്തിൽ ദൈവം ഇടപെടും. ഹി വിൽ സ്പീക്ക്, ഹി വിൽ സ്പാങ്ക്, ഹി വിൽ കോൾ ഹോം. അവൻ സംസാരിച്ചു നോക്കും തിരിച്ചു കൊണ്ടുവരാൻ, അവൻ അടിച്ചു നോക്കും ശരിയാക്കാൻ. അതുകൊണ്ടും ശരിയാകുന്നില്ലെങ്കിൽ മുമ്പെയുള്ള മരണം വിശുദ്ധന്മാർക്ക് സംഭവിക്കും. അത് ബാലശിക്ഷ. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? വചനം പറയുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും ശിക്ഷിക്കുന്നു. ശിക്ഷ കൈക്കൊള്ളാതിരിക്കുന്നെങ്കിൽ അവൻ മകനല്ല, അവന് കൗലടയനാണ്. ഹീസ് നോട്ട് ദ സൺ. അവൻ പുത്രനല്ല. പുത്രനാണെങ്കിൽ പിതാവ് ശിക്ഷിക്കും. അവൻ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് ബാലശിക്ഷയുണ്ട്. പാപത്തിന്റെ ശിക്ഷയില്ല, അത് കർത്താവ് അനുഭവിച്ചു. എന്നാൽ രക്ഷിക്കപ്പെട്ട ശേഷം നാം ചെയ്യുന്ന പാപങ്ങൾക്ക് അതിൻ്റെ പരിണിത ഫലങ്ങൾ ഇവിടെ തരുന്നു. അതിൻ്റെ പേരാണ് ബാലശിക്ഷകൾ. എന്നാൽ മൂന്നാമത്, കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുന്നത് പാപത്തെക്കുറിച്ച് നോക്കാനല്ല. അവിടെ പരിശോധിക്കപ്പെടുന്നത് ജീവിക്കാൻ തന്ന ജീവിതം വിലയുള്ളതായിരുന്നോ വിലയില്ലാത്തതായിരുന്നു. നമ്മൾ ഓർത്തു, കാറ്റിനെയാണോ പിൻഗമിക്കുന്നത്? ആർ വി പർസ്യൂയിങ് ദ വിൻഡ്? പൗലോസ് പറഞ്ഞു, ഒരു പരിശോധനയുണ്ട്. ഇസ്രായേലിന്റെ ചരിത്രത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയ ഒരു വാക്കുകൂടെ ഞാൻ വായിക്കട്ടെ. ജെരമ്യാ പ്രവചനം 6-ാം അധ്യായം 30-ാമത്തെ വാക്യം. ജെരമ്യാ 6:30 നോക്കുക. പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ രേഖപ്പെടുത്തി. നമുക്കറിയാവുന്ന വാക്കാണത്. ഒരു ക്രിസ്തുവിന്റെ അടിസ്ഥാനത്തിന്മേൽ പൊന്ന് വെള്ളി വിലയേറിയ വസ്തുക്കളെ കൊണ്ട് പണിയുന്നെങ്കിൽ ആ ദിവസം അതിനെ തെളിവാക്കാം. അത് തീയോടെ വെളിപ്പെട്ടു വരും. 6:30 നോക്കുക. ഇസ്രായേലിനുള്ള ബന്ധത്തിൽ യഹോവ അവരെ ത്യജിച്ചു കളഞ്ഞതുകൊണ്ട് അവർക്ക് കറക്കൻ വെള്ളി എന്ന് പേരാകും. People will call them rejected silver because the Lord has rejected them. യഹോവ അവരെ തിരസ്കരിച്ച് കളഞ്ഞതുകൊണ്ട് അവർക്ക് കൊടുത്ത പേരാണ് റിജക്റ്റഡ് സിൽവർ. തട്ടാൻ ആവശ്യമില്ലാത്ത സിൽവർ, പണിയാൻ കൊള്ളാത്ത സിൽവർ. കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, ഒരു പരിശോധനയുണ്ട്. തീയോട് അത് വെളിപ്പെടും. അന്ന് തിരസ്കരിക്കപ്പെടുന്നവരുണ്ട്. ചിലരോട് കർത്താവ് പറയും, നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. എൻ്റെ സൗരന്മാരെ ഞാനിവിടെ നിർത്തട്ടെ. ഹോശേയയിലൂടെ ദൈവം നമ്മോട് സംസാരിക്കണം. ഒരു ജീവിതം മാത്രം ജീവിക്കാൻ ഇസ്രായേലിന് എഴുതിയിരിക്കുന്ന നമുക്ക് ബുദ്ധിയുപദേശമാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് നമ്മൾ ഓർത്തതുപോലെ അവരുടെ ജീവിതം അവർ തന്നെ പ്രശ്നമുഖരിതമാക്കി തീർത്തു. അവരുടെ ജീവിതം കാറ്റ് വിതയ്ക്കുന്നതായിരുന്നു. അത് കൊടുങ്കാറ്റ് കൊയ്യുവാൻ ഇടയാക്കി മാറ്റി. സമാധാനം ഉണ്ടാക്കുന്നവർ നീതി എന്ന സമാധാന ഫലം കൊയ്യും. നമ്മൾ സമാധാനം ഉണ്ടാക്കുന്നവരും സന്തോഷം വിതയ്ക്കുന്നവരും മറ്റുള്ളവർക്ക് അനുഗ്രഹം പകർന്നു കൊടുക്കുന്നവരും നമ്മുടെ അടുക്കൽ വരുമ്പോൾ ദൈവകൃപ മനസ്സിലാക്കാൻ ഉതകുന്ന വിധത്തിൽ നമ്മൾ ദയയും കരുണയുള്ളവരായി മാറുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. നാം മിടുക്കന്മാരാണെന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. ഞാൻ അവനെ പറ്റിച്ചു, ഞാൻ നേടിയെന്നൊരു പക്ഷേ ചിന്തിച്ചേക്കാം. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്, അത് വെറും കാറ്റ് വിതയ്ക്കുകയായിരുന്നു. അതിൻ്റെ ഇരട്ടിയായിട്ട്, അതിൻ്റെ എത്രയോ ഇരട്ടിയായിട്ട്, കൊടുങ്കാറ്റായിട്ട് അത് ജീവിതത്തിൽ തിരിച്ചു വരുമെന്നുള്ളത് കർത്താവ് പറയുന്നു. ഒരിക്കലും ഒരു ദൈവമകന് രക്ഷപ്പെടാൻ സാധ്യമല്ല. അവൻ്റെ ജീവിതം മുഴുവൻ അവൻ അളന്ന് തൂക്കി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ദൈവത്തിന് മുമ്പാകെ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ച് കൃപയുള്ളവരായി നമ്മുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയതായി നമ്മൾ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരുവാനിടയാണ്. ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ അവർ കാറ്റ് വിതച്ചു, കൊടുങ്കാറ്റ് കൊയ്തു. അവരുടെ ജീവിതം കഷ്ടസമ്പൂർണമാക്കി അവർ തന്നെ തീർത്തു. രണ്ടാമത് ദൈവം പറഞ്ഞു, എഫ്രൈം കാറ്റിനെ ഇഷ്ടപ്പെടുന്നു. എഫ്രൈം ഫീഡ്സ് ഓൺ ദ വിൻഡ്. മനുഷ്യനെ ദൈവം അവനെ സൃഷ്ടിച്ചപ്പോൾ നമ്മൾ ഓർത്തു, അവന് ദൈവത്തിൻ്റെ വചനത്താൽ, ദൈവത്താലല്ലാതെ, അവനോടുള്ള ബന്ധം മൂലമല്ലാതെ അവന് സംതൃപ്തി അടയുവാൻ ഓർത്തിയില്ല. അവൻ അങ്ങനെ സംതൃപ്തി അടയുന്നില്ലെങ്കിൽ അവൻ സംതൃപ്തിക്ക് വേണ്ടി മറ്റ് പലതിലേക്ക് പോകും. മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല,
ഇതൊക്കെ ദൈവത്തെ തിരസ്കരിച്ചുകൊണ്ടാണ്. എത്രയോ മദ്യപാന്മാർ നമ്മുടെ ചുറ്റുപാടും. എന്താണ് കാരണം? ജീവിതത്തിൽ അവർക്കൊരു തൃപ്തി കാണാൻ കഴിയുന്നില്ല, ജീവിതത്തിൽ സമാധാനമില്ല, ജീവിതത്തിൽ ഒരു സന്തോഷമില്ല. എന്നാൽ ഭക്തന്മാർ പാടി, നിൻ സന്നിധി മതി, നിൻ സന്നിധി മതി. ഹാ യേശുവേ, ആ സാന്നിധ്യത്തിൻ്റെ സുഖം അനുഭവിച്ചവർക്ക് മറ്റെങ്ങും പോണ്ട. ഇവിടെ നമ്മൾ ഓർത്തു, എഫ്രായിം കാറ്റിനെയാണ് ഇഷ്ടപ്പെടുന്നത്. കാറ്റിനെ ഫീഡ്സ് ഓൺ ദ വിൻഡ്. ഈ കാറ്റ് ഭക്ഷിച്ചാൽ ഒരിക്കലും അതുകൊണ്ട് ആരോഗ്യം തരികയോ തൃപ്തി വരികയോ ചെയ്യില്ല, വിശപ്പ് മാറുകയില്ല. അത് പ്രവാചകനിലൂടെ ദൈവം അവരോട് പറഞ്ഞു. മൂന്നാമത് ദൈവം പറഞ്ഞു, ദ പർസ്യൂ ദ ഈസ്റ്റേൺ വിൻഡ്. അവരുടെ സാമർഥ്യമുള്ള ബുദ്ധിപരമായ നീക്കം, ദൈവം പറഞ്ഞു, ഇത് കിഴക്കൻ കാറ്റിനെ പിന്തുടരുകയാണ്. കിഴക്കൻ കാറ്റ് തളർത്തിക്കളയുന്ന ചൂടേറിയ കാറ്റാണ്. ഈജിപ്തിനോട് വ്യാപാരം ചെയ്ത് ഈജിപ്തിൻ്റെ ബദ്ധവൈരാഗികളായ അശൂരിനോട് സൈനിക ഉടമ്പടി ചെയ്തപ്പോൾ അവർ വിചാരിച്ചു അവർ മിടുക്കന്മാരാണ്. അല്പം കഴിഞ്ഞു 10 ഗോത്രങ്ങൾ പ്രവാസത്തിൽ പോയപ്പോൾ ആ ചൂടിൻ്റെ ആധിക്യം കൊണ്ട് അവർ നെടുവീർപ്പെടേണ്ടി വന്നു. അത്യുന്നതൻ്റെ മറവിൽ വസിച്ചാൽ ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തു, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് നടക്കില്ല. അവനോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവനെന്നെ അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തും. നമ്മുടെ സുരക്ഷിതത്വം ദൈവമാണ്, നമ്മുടെ സംതൃപ്തി ദൈവമാണ്, നമ്മുടെ ആത്മീയ ആഹാരം അവനും അവൻ്റെ വചനവുമാണ്. നമ്മൾ അനുസരിക്കേണ്ട ദൈവത്തെയാണ്, നമ്മൾ പിന്തുടരേണ്ടത് അവൻ്റെ വചനമാണ്. അവനെ മാത്രം അനുസരിച്ച് അവൻ്റെ സന്നിലെ സുഖവും സന്തോഷവും അനുഭവിച്ച് ജീവിപ്പാൻ ഈ വചനങ്ങൾ നമ്മളെ ഇടയാക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. അത്യുന്നതനായ ദൈവമേ, നീ എത്രയോ വലിയവൻ. മനുഷ്യൻ്റെ ജീവിതത്തിൽ തൽപരനായി അവൻ്റെ സകല പ്രവൃത്തികളെയും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ദൈവം. അവൻ്റെ സമാധാനവും അവന് സംതൃപ്തിയും അവന് സന്തോഷവും അവൻ അനുഗ്രഹങ്ങളും പകർന്നു കൊടുക്കാൻ അങ്ങ് കൊതിക്കുന്നു. അവിടുന്ന് മനുഷ്യനോട് ബുദ്ധി പറയുന്നു. നിന്റെ പ്രവാചകന്മാരെ അയച്ചു, നിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ചു, നിന്റെ വചനം തന്നു, നിന്റെ ദാസന്മാരെ തന്നു. കർത്താവേ, ഞങ്ങളോട് വീണ്ടും വീണ്ടും നീ സംസാരിച്ച് ഞങ്ങളുടെ മനസ്സിനെ വീണ്ടും നിന്നിലേക്ക് തിരിക്കുന്ന ഓർത്ത് നന്ദിയോടെ സ്തോത്രം. നീയാണ് ഞങ്ങളുടെ തൃപ്തി, നീയാണ് ഞങ്ങളുടെ ആത്മീയ ഭോജനം. കർത്താവേ, നിന്നെ രുചിച്ചവർ, ആ തേനിനെക്കാട്ടിലും തേൻകട്ടയെക്കാട്ടിലും മാധുര്യമേറിയ നിന്റെ വചനം രുചിച്ചവർക്ക് മറ്റൊന്നും ആവശ്യമില്ലെന്നാൽ ആ രുചി എണ്ണ പുരട്ടിയ ദോശ പോലെയായി മാറിയത് അവരുടെ ആത്മീയ നിലവാരത്തിൻ്റെ അധപ്പതനമാണ്. അവർ ഹൃദയം കൊണ്ട് ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയി, അവരുടെ ദൈവത്തെ അവർ തിരസ്കരിച്ച് കളഞ്ഞു. ഹൃദയം കൊണ്ട് ഞങ്ങൾക്കൊരിക്കലും അത് സംഭവിക്കാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഈ ലോകത്തിൽ നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ ജീവിപ്പാൻ കർത്താവേ, നീ ഞങ്ങളുടെ ആശ്രയമായി ഞങ്ങൾ ഓർത്തതുപോലെ നിന്റെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നിന്റെ നിഴലിൽ പാർക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഇസ്രായേൽ തങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചു, അവരെത്രയോ അനർത്ഥങ്ങളിലേക്ക് കടന്നുപോയി, അവരുടെ കുടുംബങ്ങളൊക്കെ എത്രയോ ദുഃഖത്തിലായി മാറി. ഞങ്ങൾക്കത് സംഭവിക്കാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. കിഴക്കൻ കാറ്റിനെ പിന്തുടരാതിരിക്കാൻ സഹായിക്കണം. കർത്താവേ, ഞങ്ങൾ കാറ്റിനെ പിൻഗമിക്കാതെ അതിനെ ഗ്രാസ്പ് ചെയ്യുന്നവരായി മാറാതെ ഞങ്ങളുടെ ജീവിതം വിലയുള്ളതാണ് എന്നുള്ളത് മനസ്സിലാക്കി വിലയുള്ളതിന് വേണ്ടി ചെലവഴിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഇന്ന് രാവിലെയും ഞങ്ങളെ അനുഗ്രഹിച്ചു, നിന്റെ വചനം ഞങ്ങൾക്ക് തന്നു. നിനക്ക് ഞങ്ങളെല്ലാം മഹത്വം. തുടർന്ന് എന്നെ ആരാധിപ്പാൻ ഇരിക്കുമ്പോൾ നിന്റെ കൃപയാനുഗ്രഹം തന്ന് ഞങ്ങളെ സഹായിക്കണം. നീ മഹത്വം എടുക്കണം. ഞങ്ങളെയൊക്കെ താഴ്ത്തി ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.